ഹായ് ഗായ്സ്, നമ്മളിന്ന് കൊല്ലത്ത് മുരിങ്ങയിറച്ചി കിട്ടുന്ന ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം മുരിങ്ങയിറച്ചി എന്താണെന്ന് കൊല്ലക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും പുറത്തുള്ളവരൊക്കെ ഒയ്സ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മുരിങ്ങയിറച്ചി മേടിക്കാൻ പോവാണ്. നല്ല കിടിലൊരു സ്പോട്ടാണ്, കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് പോയി മേടിച്ചിട്ട് വരാം. നമ്മളിപ്പോൾ ഉള്ളത് ഈ തെക്കുംഭാഗം പഞ്ചായത്ത് അവസാനിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പാലമുണ്ട്. അത് ഈ പാവുമ്പ പാലമാണ്. പാവുമ്പ പാലത്തിന് തൊട്ടടുത്തൂടെയാണ് കേട്ടോ നമ്മൾ ഈ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് പാവുമ്പ പാലം. ഇത് പാവുമ്പ തോടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു പോകാം. അപ്പോൾ ഗൈസ്, നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ ഇവിടെ. അതായത് ഈ രണ്ട് കായലും കൂടി ഒന്നിക്കുന്നൊരു സ്ഥലം. അതായത് ഈ സൈഡ് അഷ്ടമുടിയും ആ സൈഡ് ചവറ കായലുമാണ് കേട്ടോ. അപ്പം രണ്ട് സൈഡിലെ കായലും കൂടി എന്താ പറയണ്ടേ, ഈ തോട് തമ്മിലാണ് ബന്ധിക്കുന്നത്. അപ്പം ഈ തെക്കുംഭാഗം പഞ്ചായത്തിൻ്റെ നമ്മുടെ തെക്കുംഭാഗം പഞ്ചായത്തിൻ്റെ ബോർഡറും കൂടാണ് കേട്ടോ ഇത്. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് എന്താ പറയണ്ടേ, നമ്മുടെ തെക്കുംഭാഗം പാവുമ്പയിലാണ് കേട്ടോ. അപ്പോൾ പാവുമ്പയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണിത്. കൂട്ടുകാരൻ്റെ പേര് രാജൻ. അപ്പം അവൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ ഇവിടെ അമ്മച്ചിയൊക്കെ ഇവിടെ മുരിങ്ങയിറച്ചി പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പൊളിക്കുന്നത്. ഇല്ലെങ്കിൽ കൈയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുറിയും. നല്ല മൂർച്ചയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മളിപ്പം മുരിങ്ങയിറച്ചി മേടിക്കാവുന്ന വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഗൈസ്, ഇതാണ് മുരിങ്ങയിറച്ചി. ഇത് തോടിളക്കിയിട്ട് ഇതിനകത്തായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കത്തി വെച്ച് ഇളക്കിയെടുക്കും. ഇവിടെ ഒരുപാട് ഇരിപ്പുണ്ട്, ചരുവത്തിലേക്ക് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ അപ്പനാണ് കേട്ടോ. അപ്പോൾ ഇത് പുള്ളിക്കാരൻ പോയി നമ്മുടെ അഷ്ടമുടിക്കായലിൽ നിന്ന് എടുക്കുന്നതാണ്. അഷ്ടമുടിക്കായലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു ഇവിടെ വെച്ച് ഇളക്കി തരും. അപ്പം നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് മുരിങ്ങയിറച്ചി മേടിക്കാം. ഞാൻ ഈ മുരിങ്ങയിറച്ചി എന്ന് പറയുന്നത് കൊല്ലക്കാർ മുരിങ്ങയിറച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ ഒയിസ്റ്റർ എന്നാണെന്ന് പറയുന്നത്. കേട്ടോ, ഇതാണ് ഇറച്ചി കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് തോട് ഇത് നല്ല ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ ഇവർ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഇളക്കുന്നത്. അപ്പം ഇത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ കൈ നല്ല രീതിയിൽ മുറിയും. അപ്പോൾ ഗൈസ്, ഇത് ബാക്കിയുള്ളത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കും കേട്ടോ. അപ്പം ഇത് ജീവനോടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചരുവത്തിൽ ബാക്കിയുള്ള മുരിങ്ങ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിടും. അപ്പോൾ ആവശ്യാനുസരണം ഇളക്കി കൊടുക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മുരിങ്ങയിറച്ചി മേടിച്ചിട്ട് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഗൈസ്, കിലോയ്ക്ക് 250 രൂപയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം
നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചിയാണ്, ലൈവായിട്ട് അടത്തി തരുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് മേടിക്കുക. നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഓക്കെ, അപ്പോൾ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കാം. വേണ്ടവർ ഇവിടെ നമ്മുടെ തെക്കും ഭാഗം പാവുമ്പ പാലത്തിനടുത്ത് കേട്ടോ, പാവുമ്പ പാലത്തിനടുത്ത് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുരിങ്ങയിറച്ചി മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഓക്കെ, ടാറ്റ.